ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഇന്ന് പകലത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ആത്മീയ ദൂതായി വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേശിന്റെ വാഴ്ചയിലും അവൻ ശുഭപ്പെട്ട് ഇരുന്നു. ഒരിക്കൽ കൂടെ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസ്യ രാജാവായ കോരേശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ശുഭപ്പെട്ടിരുന്നു. പലരും വാഴുന്നു, പല സാഹചര്യങ്ങളാണ്, പലരാണ് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ മധ്യത്തിൽ എന്ത് ചെയ്യുന്നു? ശുഭപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ വരുന്നു. ഇനി 3 യോഹന്നാൻ 1:2 യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ 1-2 വായിച്ച് 1-2 വായിച്ച്. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിനെ എഴുതുന്നത്. ഗായോസിനോട് പറയാം. എന്നിട്ട് 2 വായിച്ചേ. പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെയും പറയുന്നു നീ സകലത്തിലും ഒരു ശുഭത നീ എന്ത് ചെയ്യണം? അനുഭവിക്കണം. അപ്പൊ ദാനിയേല് പലരും രാജാവ് ഇന്ന ആളെ കെയർ ഓഫിൽ നന്നായിരുന്നല്ല, ആരൊക്കെ വാണപ്പോഴും അവൻ എന്തായിരുന്നു? ശുഭമായി എൻജോയ് സക്സസ് അനുഭവിച്ചു. ഇവിടെ പറയുന്നു പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായതുപോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ പ്രാർത്ഥന അതാ. നിന്റെ ജീവിതത്തിൽ നീ അത് എന്ത് ചെയ്യണം? അനുഭവിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം, ഇനി ഒരു വാക്യം കൂടെ നമ്മൾ വായിക്കുന്നു. പുതിയ നിയമത്തില് 2 കൊരിന്ത്യർ 2:14 ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 2 Corinthians chapter 2 verse 14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ഒരിടത്തും മാത്രമല്ല എല്ലായിടത്തും ഒരിക്കൽ കൂടെ എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഏത് സാഹചര്യവും എല്ലായിടത്തും ജയത്തോടെ നടത്തുന്ന ദൈവം, അവിടെ എല്ലാം നോക്കുമ്പോൾ ആ ശുഭതയുടെ കർത്താവിന്റെ എവിടെ പോയാലും മണം എന്താ? ആ ദൈവപ്രവൃത്തിയുടെ അനുഭവം മണത്തറിയത്തക്കവണ്ണം ഹല്ലേലൂയ തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും എവിടെ ചെന്നാലും കർത്താവിന്റെ ആ അനുഭവത്തെ, കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ഭക്തന്റെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നത്തെ മെസ്സേജ് ഇതാണ്: ശുഭപ്പെട്ടിരിക്കുന്ന ജയത്തിന്റെ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശുഭപ്പെട്ടിരിക്കുക, ഒരു പ്രോസ്പർ ആയിരിക്കുക, അല്ലെങ്കിൽ ജയം അനുഭവിക്കുക, വിക്ടറി അനുഭവിക്കുക എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ ബൈബിൾ പരിശോധിക്കും. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോണം. ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ശുഭം, പ്രോസ്പർ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി, പ്രോസ്പർ ആകുക എന്ന് പറയുന്നത് നമ്മുടെ മാനുഷിക കണ്ണിൽ നമ്മൾ ചിന്തിക്കുന്നത് ഭൗതികമായ മണി എന്ന് പറയുന്ന ആ ഒരു നേട്ടത്തെ മാത്രമാണ് മനുഷ്യൻ കാണുന്നത്. പക്ഷേ ബൈബിൾ പറയുമ്പോൾ ആ ബിബ്ലിക്കൽ പ്രോസ്പെരിറ്റി, ദൈവവചനത്തിന്റെ ആ ഒരു നിറവ്, ആ ശുഭത എന്ന് പറയുന്ന നോട്ട് ജസ്റ്റ് ഒരു മണി മാത്രമല്ല, അല്ലെങ്കിൽ ജയം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അങ്ങ് ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങ് സക്സസ് എന്ന് മാത്രമല്ല. യഥാർത്ഥ പ്രോസ്പർ എന്ന് ബൈബിൾ പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ച, ഒരു സമാധാനം, ദൈവത്തിന്റെ പ്രസാദം, കർത്താവിൽ ഫലമുള്ള അവസ്ഥ, എന്നാൽ ആവശ്യ സമയത്തുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ, ഇതെല്ലാം കൂടെ നിറഞ്ഞതാണ് ശുഭപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. സമാധാനമുണ്ട്,
ദൈവകൃപയുണ്ട്, ദൈവത്തിന്റെ പ്രസാദമുണ്ട്, തമ്മിൽ കൂടെയുള്ള ഫലമുള്ള അവസ്ഥയുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന അവസ്ഥയാണ് പ്രോസ്പർ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ലോകത്തിന്റെ കണ്ണിൽ മണി എന്ന് പറയുന്ന സാധനം മാത്രം വെച്ചിട്ടാണ് പ്രോസ്പർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ ബൈബിൾ പറയുന്നത് ഹല്ലേലൂയ, ദൈവം തരേണ്ട തക്ക സമയത്ത് നന്മകൾ ദൈവം തരും, ആവശ്യമുള്ളത്. പക്ഷേ അതിന്റെ അപ്പുറത്ത് പറയുന്ന സമാധാനത്തെ, നിറവിനെ, ഫലമുള്ള അവസ്ഥയെ എല്ലാം കർത്താവ് തരും. ഇപ്പൊ ഒരു മരം ഭയങ്കര കാണാൻ നല്ല മരം, നല്ല മാമ്പഴം, അല്ല മാവ നല്ല ഇലയൊക്കെ തളർത്തിക്കുന്ന കാണാൻ എന്റെ രസമാണ്. പക്ഷെ ഫലമില്ലെങ്കിലോ വെളിയിൽ നോക്കുമ്പോ നല്ല തണല, എന്നാ ഇലയാ, അത് ഇല ബ്രാഞ്ചസ് ഒക്കെ വിടർന്ന് നിൽക്കുന്ന കാണാൻ എന്ത് രസമാ. ശരിയാ, അത് ആ രീതി അത് ശരിയാ. പക്ഷെ യഥാർത്ഥമായ അതിന്റെ പൂർത്തീകരണമായില്ല. അത് എന്താണ്, അത് എന്തിനാ നട്ടേ, അതെന്താ ഉദ്ദേശം? അടുത്ത ഫ്രൂട്ട് ഉണ്ടാവാനാണ്. അതേപോലെ ബൈബിൾ പറയുന്ന ജയജീവിതം ഒരു പ്രശ്നമില്ല എന്നതല്ല. ബൈബിൾ പറയുന്ന ജയജീവിതം പാപത്തിന്റെ മേൽ, ഭയത്തിന്റെ മേൽ, സാത്താന്റെ മേൽ, ഏത് സാഹചര്യത്തിന്റെ മേലും ജയം അനുഭവിക്കുന്നതാണ്. അല്ലാതെ എന്നും നല്ല സാഹചര്യവും നല്ല നമ്മുടെ ചുറ്റുപാട് പോരാട്ടം ഉള്ളപ്പോഴും ജയം അനുഭവിക്കുന്നത്. ഭയത്തിന്റെ മേൽ ജയം, സാത്താനികളുടെ മേൽ ജയം. അതിന്റെ അർത്ഥം പോരാട്ടം ഇല്ലെന്നല്ല, അതിന്റെ മീതെ ജയം. അപ്പൊ ഇതാണ് ട്രൂലി ബൈബിൾ പറയുന്ന ബ്ലെസ്സിംഗ്, ശുഭപ്പെട്ടിരിക്കുന്ന ജയം അനുഭവിക്കും. ഞാൻ രണ്ട് കാര്യം പറയാം. ശുഭപ്പെടുതലിന്റെ, ജയത്തിന്റെ ക്രിസ്തീയ ജീവിതം വളരെ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ലൈഫ് മാറാൻ പോവാം. നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന ആ കാര്യമാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെ നമ്മൾ അതിലെ ഒന്നോ രണ്ടോ കാര്യം മാത്രമേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. പ്രോസ്പർ ആകുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മണി കിട്ടുക മാത്രം. ജയം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടാവരുത്. ഈ രണ്ട് കാര്യമാണ് ഈ ലോകത്തിലെ മനുഷ്യൻ ഏറ്റെടുക്കുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നത് നീ പ്രോസ്പർ ആകുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നന്മ കിട്ടുക മാത്രം, കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ നടക്കുക എന്ന് മാത്രമല്ല. അതിന്റെ അപ്പുറത്ത് നിന്റെ ജീവിതം ഹല്ലേലൂയ, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ പ്രത്യാശ, ദൈവിക നിറവുകൾ, ആ ആവശ്യത്തെ മണ്ഡലത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി, നിന്നെ കുറിച്ച് ദൈവം എന്ത് ആഗ്രഹിക്കുന്നോ ആ പൂർത്തീകരണം, ഫലം കായ്ക്കുന്ന അനുഭവം. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തോ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ്. അത് നിറവേറാതെ നമ്മൾ മരിച്ചു മുന്നോട്ട് പോയാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ചു, അങ്ങനെ നിന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പർപ്പസിന് വേണ്ടി ദൈവം നമ്മളെ നിയമിച്ചു. വെറുതെ ഞാൻ ചിന്തിക്കുന്ന ഒരു അവസ്ഥ, ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഇപ്പം ഇരിക്കുന്നത്, നിങ്ങൾ ആരും വെറുതെ ഈ ഭൂമി ജനിച്ചവരല്ല. നിങ്ങളുടെ സാഹചര്യം ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ചിന്തിച്ച തന്നെ സമയത്തോ സാഹചര്യത്തിലോ അല്ലായിരിക്കാം നിങ്ങൾ ജനിച്ചത്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഒരു പദ്ധതിയോടല്ലാതെ വെറുതെ അല്ല നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. നമുക്ക് ആ പദ്ധതി പൂർത്തീകരിക്കണം. നീ ശുഭപ്പെട്ടിരിക്കണം. ആ ശുഭതയ്ക്കകത്തൊരു ഫ്രൂട്ട്ഫുൾ ഉണ്ട്, ഫലം കായ്ക്കണം. ആയുസ് തീരുന്നതിന് മുമ്പേ എന്റെ ദൈവം എന്നെ ഇവിടെ അയച്ച്, ഇവിടെ ജനിപ്പിച്ച് ഈ കാലഘട്ടത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പൂർത്തീകരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ സ്റ്റെപ്പ് വെച്ചാൽ അത് നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. അപ്പൊ ശുഭപ്പെട്ടിരിക്കുന്ന ജയത്തിന്റെ ക്രിസ്തീയ ജീവിതം. അപ്പൊ ആ ശുഭപ്പെടുക എന്ന് പറയുന്ന എബ്രായ വാക്കിന്റെ അർത്ഥം അത് തന്നെ, മൂവിങ് ഫോർവേഡ് സക്സസ്ഫുള്ളി. മുന്നോട്ട് നീ പോകുക, അത് ജയത്തിലേക്ക് നയിക്കുന്ന അനുഭവം. പ്രതിസന്ധി നിന്റെ മുമ്പിലുണ്ട്, അവിടെ നിന്ന് നീ എന്ത് ചെയ്യുക? മുന്നോട്ട് പോകാം. ജസ്റ്റ് ലാക്ക് എന്ന് പറയാം, ആ വാക്കിന്റെ അർത്ഥം അങ്ങനെ. ജസ്റ്റ് ലാക്ക്. ആ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നും നീ മൂവിങ് ഫോർവേഡ്, മുന്നോട്ട് പൊയ്ക്കോ, മുന്നോട്ട് പൊയ്ക്കോ, മുന്നോട്ട് പൊയ്ക്കോ. ശുഭപ്പെട്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ അവസ്ഥ. നമ്മൾ വായിച്ച സംഭവം, ഒന്നാമത്തെ സംഭവം, ഒരു ഉദാഹരണം എടുത്ത ദാനിയേലാണ്. ദാനിയേൽ പലര് രാജാക്കന്മാരായി വാണപ്പോഴും ദാനിയേൽ എന്ത് ചെയ്തു? ശുഭപ്പെട്ടു. പെട്ടെന്ന് വായിക്ക് പോവാം. ആര് രാജാക്കന്മാർ ഒരുത്തരം ശുഭപ്പെട്ടിരുന്നു. പക്ഷെ അങ്ങനല്ല, ഒരിക്കലും ശുഭപ്പെട്ടാൻ സാധ്യത ഇല്ലാത്തവൻ
നമ്മൾ 6-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത്. ദാനിയേലിന്റെ പുസ്തകം ഒന്ന് എടുക്കുക. എല്ലാവരും ആ പ്രവചന പുസ്തകം ഒന്ന് എടുത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യഹൂദ രാജാവായ യഹോക്യാമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ അന്നത്തെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് ഈ നെബൂഖദ്നേസർ എന്ന മനുഷ്യൻ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. അവ അതിനോട് യുദ്ധം ചെയ്തു. എന്നിട്ട് അവിടെ ഉള്ളതിന്റെ എല്ലാം 2-ാമത്തെ വാക്യം അവസാനം വായിക്കുമ്പോൾ അവൻ ദേവാലയത്തിന്റെ പാത്രങ്ങളെ എല്ലാം എന്ത് ചെയ്തു? കയ്യിലേൽപ്പിച്ചു. എല്ലാം കൊണ്ടുപോയി. ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളെ എല്ലാം എന്ത് ചെയ്തു? അവൻ അങ്ങോട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇനി തരട്ട് വായിക്കുമ്പോൾ ഇനി 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യം 4 അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു. അപ്പൊ കുറച്ച് എബ്രായ ബാലന്മാരെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി. എങ്ങോട്ട്? ബാബേലിൽ കൊണ്ടുപോയി. അവരെ അവിടുത്തെ ഭാഷകളും വിദ്യകളൊക്കെ അവന്മാരെ എന്ത് ചെയ്യണം? അഭ്യസിപ്പിച്ച്. ഇച്ചിരി അഭ്യസിപ്പിച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവന്മാരെ പിടിച്ചുകൊണ്ടുപോയി. ഒരു 4 പേരുടെ കാര്യം പറയാം. 4 പേരെ കൊണ്ടുപോയി. ഒത്തിരി പേരെ കൊണ്ടുപോയി. അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയാം. അതിൽ 4 യഹൂദ ബാലന്മാരെ കൊണ്ടുപോയി. അവരാണ് ശദ്രക്ക്, മേശക്ക്, അബേദഗോ കൂട്ടത്തിലാണ് ദാനിയേൽ. അവരെ കൊണ്ടുപോയിട്ട് 5-ാമത്തെ വാക്യം വായിച്ചേ. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യാവൃത്തി നിയമിച്ചു. ഈ പോയവർക്ക് ഒരു സാധാ അടിമയായി പോകുന്നവർക്കല്ല, ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ഫുഡ് രാജകൊട്ടാരത്തിൽ നിന്നാണ്. ഏത്? ഈ ട്രെയിനിങ്ങിന് പോകുന്നവർക്ക്. ബാക്കിയെല്ലാം അടിമയായിട്ട് വേറെ പല പരിപാടിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട് ട്രെയിൻ ചെയ്യാൻ കൊണ്ടുപോയവരുടെക്ക് അവരുടെ ഫുഡ് എവിടെ നിന്നാണ്? രാജകൊട്ടാരത്തിൽ. രാജഭോജനത്തിന് വേണ്ടി ആണ് ഇവർക്ക് രാജഭോജനം കൊടുക്കാനായി കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ എത്ര നാൾ കൊടുക്കും എന്നറിയാമോ? അങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നൽകണം. രാജാവിന്റെ ടോപ്പ് ക്വാളിറ്റി വൈറ്റമിൻ ഫുഡുകളെല്ലാം കൊടുത്ത് എത്ര വർഷം? 3 വർഷത്തോളം നടത്തി അവർക്ക് കൊടുത്തതിന് ശേഷം തിരിച്ച് ഇവരെ എവിടെ കൊണ്ടുവരണം? രാജസന്നിധി നിൽക്കണം. അവരുടെ പേരുകളാണ് നമ്മൾ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ താരോട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഫുഡുകളൊക്കെ കൊടുത്ത് ഇവരെ എന്ത് ചെയ്യണം? റെഡിയാക്കി. ഇതാണ് കൽപ്പന. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. ദാനിയേല് സാധാ മനുഷ്യനായിട്ടല്ല നിൽക്കുന്നത്. ഒരു രാജ്യത്തിൽ ഒരു രാജാവിന്റെ ആരാണ്? അടിമയാണ്. ഫുഡ് കിട്ടുന്നു മാത്രമേ ഉള്ളൂ. നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ 3 വർഷം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് രാജാവിന് മുമ്പിൽ നിൽക്കണം. അത് കാണാവനെ കൊള്ളാവുന്നതിനെ ഒക്കെ പിടിച്ച് ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിക്കണം. ഇതിനാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണം, ദാനിയേൽ എങ്ങനെ ശുഭപ്പെട്ടിരുന്നു? നമ്പർ 1 എന്ന് ഇത്ര സാഹചര്യത്തിലും നമ്മൾ വായിച്ച 6:28 പറയുന്നു, ആരൊക്കെ രാജാവായി നിന്നപ്പോഴും ദാനിയേൽ എന്ത് ചെയ്തു? അവരൊക്കെ പറ ശുഭപ്പെട്ടിരുന്നു. സക്സസ് അനുഭവിച്ചു, ജയം അനുഭവിച്ചു, ശുഭത അനുഭവിച്ചു. എങ്ങനെ? നമ്പർ 1, ദാനിയേലിന്റെ ജീവിതം താനൊരു വേർപാട് ആചരിച്ച ആളാണ്, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിന് സമർപ്പിച്ച്. ഇതെല്ലാവരും ശ്രദ്ധിച്ച്, എല്ലാവരും നോക്കിയേ. ദൈവ പൈതലെ, ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ നമ്മൾ കൂടരുത്. ഇനി ശ്രദ്ധിച്ചോണം. എന്താ അങ്ങനെ പറയാൻ കാരണം? 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 8. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരോട് പറഞ്ഞു, ഞങ്ങളെ അശുദ്ധി വരുത്താൻ അനുവദിക്കരുത്. ഒരു ഉപകാരം ചെയ്യണം. രാജാവിന്റെ ഭോജനം കഴിക്കുകയോ കുടിക്കുകയോ വീഞ്ഞു കുടിക്കുകയോ ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല. കാരണം അന്നത്തെ രാജാക്കന്മാരുടെ ഫുഡ് ഈ ബാബേൽ ദേവന്മാരുടെ പ്രതിമകളുടെ മുമ്പിൽ വിഗ്രഹാർപ്പിതം ചെയ്ത് എന്നിട്ട് ഉപയോഗിക്കുന്നതാണ് കൊട്ടാരത്തിലെ ഫുഡുകളും മദ്യങ്ങളും അതിന്റെ അനുഭവങ്ങളും. ഇവർ എബ്രായ ബാലന്മാരാണ്. ജീവനുള്ള മഹാദൈവത്തെ സൈന്യങ്ങളുടെ യഹോവയെ ആരാധിക്കുന്നവരാണ്. ഒന്നിന്റെ മുമ്പിൽ വണങ്ങാത്തവരാണ്. അവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്തവരോട് പറഞ്ഞത് ഞങ്ങളെ നിർബന്ധിക്കില്ല. മറ്റവന്മാരെല്ലാം നിർബന്ധിച്ചോ, ഞങ്ങളെ എന്ത് ചെയ്യരുത്? നിർബന്ധിക്കരുത്. ഞങ്ങള് ഒരു ഫുഡ് കഴിക്കുന്നതല്ല വിഷയം.
ഈ ഫുഡ് സാധാ ഫുഡ് അല്ല. നിങ്ങൾ പറയുമ്പോൾ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽ ഉണ്ട്, കാര്യങ്ങളൊക്കെ കൊള്ളാം. ലോകപ്രകാരം കഴിച്ച് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ പുഷ്ടി വെച്ചിരിക്കുന്ന ഓജസ്സും തേജസ്സും ഒക്കെ കിട്ടുന്ന ഫുഡാ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട. കാരണം ഇത് വിഗ്രഹാർപ്പിതമായ ഫുഡാണ്. എന്നതിന് ശേഷമാണ് ഇത് കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. കഠിനമായ ഒരു തീരുമാനം. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ ചിലതിനോട് നോ പറയുന്ന, എല്ലാത്തിനും കൂടെ നമുക്കുള്ളതല്ല. നമ്മൾ ദൈവ പൈതലാണ്. അത് ഫുഡിന്റെ കാര്യത്തിൽ വെച്ച് മാത്രമല്ല. ചിലത് നമുക്ക് വേണ്ട, ചില ബന്ധം നമുക്ക് വേണ്ടതല്ല, ചില ഇടപാടുകൾ നമ്മളെ കൊണ്ട് ശരിയാക്കുന്ന നമുക്ക് പറ്റുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തെ, ആത്മീയ അനുഭവത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. ഇവരൊരു തീരുമാനമെടുത്തു, ഞങ്ങൾക്കത് വേണ്ട. അപ്പൊ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കാൻ വിശുദ്ധ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷന് ജീവിതത്തിൽ സമർപ്പിച്ചവനാണ് ദാനിയേലും കൂട്ടർ. അപ്പം ഈ ഷണ്ഡൻ പറഞ്ഞ്, യോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം രാജാവ് ഈ 3 വർഷം കഴിഞ്ഞ് രാജാന്റെ മുമ്പിൽ നിൽക്കുമ്പോ നിങ്ങൾ ഓഞ്ഞ് തകർന്നിരുന്ന മറ്റവന്മാരെ വല്ലാതിരുന്ന രാജാവ് ചോദിക്കും, ഇവർക്ക് ഫുഡ് കൊടുത്തില്ലേ? ഇതിന്റെ മെയിൻ ആളായി എന്റെ തല പോകുന്ന കേസാ, അത് പറ്റത്തില്ല. പക്ഷെ ദാനിയേലും കൂട്ടരും ഒരു കാര്യം പറഞ്ഞു. 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 12-ാമത്തെ വാക്യം. അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തു നോക്കുക. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു. 10 ദിവസം അവരെ പരീക്ഷിച്ചു. ഒന്ന് നിൽക്കണേ. അപ്പൊ കാര്യങ്ങൾ നോക്കുന്നവരോട് കാര്യം പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യും. ശരിയാ, നീ പറഞ്ഞ ശരിയാ. 10 ദിവസം ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചു. ഞങ്ങള് ശബദാർപ്പണം കഴിക്കാന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ we give some vegetable and water. ഞങ്ങൾ കുറച്ച് വല്ല വെജിറ്റബിളും എല്ലാം തന്നാൽ മതി, ഞങ്ങൾ ഇച്ചിരി വെള്ളവും കുടിച്ചു അവിടെ കിടന്നോളാം. 10 ദിവസം ഞങ്ങളെ എന്ത് ചെയ്യേ? പരീക്ഷിക്കും. എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇനി ശ്രദ്ധിച്ചോണം. അപ്പൊ ഒരു അപ്പം ദാനിയേൽ ഒരു കാര്യം, ദൈവത്തിന് വേണ്ടി, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, മറ്റെന്തിനൊക്കെ വേർപാടിന് വേണ്ടി ഞാൻ നിന്നാൽ അസാധാരണമായി വിടുതൽ ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ദാനിയേൽ പറയോ, രാജഭോജം ഒന്നും ഞങ്ങൾക്ക് വേണ്ട, അവിടുത്തെ വലിയ ടോപ്പ് ക്വാളിറ്റി ഫുഡാ, ഞങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് കിട്ടുന്ന ബാക്കി ഇങ്ങനെ തന്നാ മതി, വെള്ളം വേറെ വീഞ്ഞും വേണ്ട, ഞങ്ങൾ വെറും വെള്ളം കുടിച്ച് ജീവിച്ചോളാം. ഹല്ലേലൂയ. 10 ദിവസം വരെ പരീക്ഷിച്ചോ. 15-ാമത്തെ വാക്ക് ശ്രദ്ധിച്ചേ. 15-ാമത്തെ വാക്ക്. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വരുന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളത്, അവർ മാംസപുഷ്ടി ഉള്ളവരോ എന്നും കണ്ടു. 10 ദിവസം കഴിഞ്ഞപ്പോ ഇതുവരെയും രാജഭോജനം കഴിച്ച് ജീവിക്കുന്നവരെക്കാൾ ഹല്ലേലൂയ അവർ അഴകുള്ളവരും മാംസം പുഷ്ടിയുള്ളവരായി കണ്ടു. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ചില വില കൊടുത്ത് നിന്നാൽ സൂപ്പർ നാച്ചുറൽ വിടുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. മനസ്സിലായി? നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി? നാച്ചുറൽ എന്താ? ഈ ലോകത്തിന്റെ നിയമം അനുസരിച്ച് എന്താ? നല്ല ഫുഡും ടോപ്പ് ക്വാളിറ്റി ഫുഡും നല്ല വൈറ്റമിൻസും ഒക്കെ കഴിച്ചാൽ നീ ചില ദിവസം കഴിയുമ്പോൾ പുഷ്ടിപ്പെടും, കളറ് മാറും, ചേഞ്ച് ആകും, ബലം വെക്കും, നല്ല കാണാൻ നല്ല പ്രസന്നത വെക്കും. പക്ഷെ ഇവര് പറഞ്ഞു ഒന്നും വേണ്ട, ഇച്ചിരി പച്ചവെള്ളവും ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിളും തന്നാ മതി. പക്ഷെ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം അറിയാം, നാച്ചുറലിനപ്പുറത്ത് ഒരു സൂപ്പർ നാച്ചുറൽ. ഹല്ലേലൂയ. ഈ വാക്ക് എപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പലപ്പോഴും ഞാൻ ധ്യാനിക്കാറുള്ളതാ. പക്ഷെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസവും ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളം ആവേശത്തോടെ കത്തി. ഹല്ലേലൂയ. അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വരുന്ന ബാലന്മാരെക്കാളും അഴകുള്ളതും മാംസം പുഷ്ടിയുള്ളതും. അപ്പൊ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ഉള്ളതൊന്നും നിനക്ക് ഇല്ലേലും നിന്നെ അതുപോലെ കൊണ്ട് എത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തേ. ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? എന്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എനിക്ക് വേണ്ട, എന്റെ ദൈവവചനത്തിന് നിരക്കുന്നതല്ലാത്തത് എന്റെ ജീവിതത്തിൽ വേണ്ട എന്നൊരു തീരുമാനം എടുത്തു നിന്നപ്പോ ലോകത്തിന്റെ കണ്ണിൽ പോഷത്വമെന്ന് തോന്നിയാലോ
എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട കണ്ടോ? ഇത് മനുഷ്യന് മനസ്സിലാകത്തില്ല, സയൻസിന് മനസ്സിലാകത്തില്ല, ലോകത്തിന്റെ കണ്ണി നോക്കിയാൽ ഇതെന്തോ സംഭവിച്ചത് മനസ്സിലാകത്തില്ല. ഇത് നാച്ചുറൽ അല്ല, ഇത് സൂപ്പർ നാച്ചുറൽ ആണ്, പ്രകൃതാതീതമായ ഒരു ദൈവപ്രവൃത്തി. ദാനിയേൽ ശുഭപ്പെടാൻ ഒരു റീസൺ, നമ്പർ 1 തീരുമാനം ഉണ്ടായിരുന്നു. എല്ലാത്തിലും പോയി കൈവക്കത്തില്ല, എല്ലാത്തിലും പോയി കാണത്തില്ല, എല്ലാത്തിലും പോയി കൂടത്തില്ല. ഒരു സെപ്പറേഷൻ, ഒരു ഹോളി. ഞാൻ ദൈവം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാ. ഓക്കെ, രാജഭോജനുണ്ട്, അവർ സ്നേഹത്തോടെ അപേക്ഷ ഞങ്ങളെ ഒന്ന് പരീക്ഷ നോക്ക്. അറിയാം നിന്റെ ജോലി പോകുന്ന കേസാ, ശരിയാ, എങ്കിലും ഞങ്ങൾക്ക് ഇതിന് വലിയ പ്രമാണമില്ല. ഞങ്ങളെ 10 ദിവസം ഒന്ന് പരിശോധിച്ചു. അത്ഭുതം നടന്നു. നമ്പർ 2, ഇനി ശ്രദ്ധിച്ചേ. 1 സെപ്പറേഷൻ, ഒരു വിശുദ്ധ ജീവിതം. അപ്പൊ ചിലയിടത്ത് നമ്മള് ദൈവമല്ലേ നോ പറഞ്ഞ് മാറി നിൽക്കുക. നമുക്കുള്ളതല്ല, നമ്മുടെ പ്രമാണത്തിൽപ്പെട്ടതല്ല, നമുക്കൊരു ആത്മീയ വർധന വരുത്തുന്നതല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യരുത്? ഞാൻ ഒരു കാര്യം, നമുക്ക് ആത്മീയ വർധന വരുത്താത്ത കാര്യങ്ങൾ കൂടുതൽ മെനക്കെടാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ഒരു പ്രയോജനമില്ലാതെ സമയം കളയുന്ന കേസുകളിൽ പോയി കുടുങ്ങിപ്പോയി സമയം കളയരുത്. ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് ആത്മീയ വർധനപ്പെടുത്തുന്ന ദൈവപ്രവൃത്തി വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്പർ 2, ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവവചന ധ്യാനമുള്ള വ്യക്തിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വചനം ഉള്ളിൽ നിറയ്ക്കുന്ന വ്യക്തി. എക്സാമ്പിൾ പറഞ്ഞു, ദാനിയേൽ 9:1 വായിച്ചു. 1-2 വാക്യങ്ങൾ. ദാനിയേൽ 9:1-2 വാക്യങ്ങൾ. കൽദയ രാജ്യത്തിനും രാജാവായി തീർന്നവനും മേദ്യാസന്ധതിയിൽ ഉള്ള അഹശ്വേരോശിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യ അവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിച്ചു. അവൻ പുസ്തകം വായിക്കുന്ന വ്യക്തിയാ. ഞാൻ വായിച്ചപ്പോ മനസ്സിലായി, ഈ ദൈവജനത്തിന് 70 വർഷം കഴിഞ്ഞ് ഇപ്പൊ ബാബേലിന്റെ അടിമത്തോ പ്രവാസത്തില്ല. ഈ പ്രവാസം മാറുമെന്ന് വചനത്തിൽ എന്തോ കിട്ടി, അപ്പൊ അടിമത്തത്തിൽ കിടക്കുമ്പോൾ വായിച്ച് ശക്തിപ്പെടുക. വായിച്ചപ്പോ ദൂത് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യം പ്രതികൂല, പക്ഷെ എന്റെ ജനത്തിന് മുഴുവനായി 70 വർഷം കഴിയുമ്പോൾ ഒരു വിടുതൽ ഉണ്ടെന്ന് പ്രവാചകൻ പണ്ടേ പറഞ്ഞു. ഇത് മനസ്സിലാക്കി താരോട്ട് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ വചനം വായിച്ചാലേ ദൂതുണ്ടോന്ന് മനസ്സിലാകത്തുള്ളൂ. എന്നോട് എന്റെ കുടുംബത്തോട് വാക്ക് വലിയ വചനം. അപ്പൊ നമ്പർ 2, വചനം ധ്യാനിക്കുന്നു. ജോഷുവ 1:8 വായിച്ച്. ജോഷുവയുടെ പ്രവചനം, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ഒരു വലിയ ദൗത്യത്തിന് മോശയുടെ മരണശേഷം ജോഷുവയെ ഏൽപ്പിച്ച് ഇസ്രായേൽ മക്കൾ മുഴുവൻ വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ ദൈവം ജോഷുവയോട് അരുളപ്പാട് പറയുന്ന ഒരു അരുളപ്പാട് എന്താണ്? ജോഷുവ 1:8. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനാകുകയും ഇരിക്കും. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ you may prosper, നീ ശുഭപ്പെട്ടിരിക്കും. have a good success, നിനക്ക് നല്ല വിജയം ഉണ്ടാവും. നിനക്ക് നല്ല എന്തോ ചെയ്യണം? നീ ഈ കിട്ടിയ വചനത്തെ രാവും പകലും അതിനെ ധ്യാനിച്ചു. ഇത് തന്നെയല്ലേ സങ്കീർത്തനം 1:2-3 വാക്യം വായിക്കുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, എല്ലാവരും അറിയാവുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ്, അവന്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആരാണ്? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്തതൊക്കെയും സാധിക്കും. അപ്പൊ വചനം ധ്യാനിക്കുന്നവൻ ബ്ലെസ്സഡ് മാൻ. അവൻ ആരോട് തുല്യമാണെന്നൊരു കമ്പം പറഞ്ഞു. ആരോട് സാദൃശ്യമാകും? ആറ്റരികത്ത്. ഇപ്പൊ നല്ല ചൂട് തുടങ്ങി, പലയിടത്തും വാടിക്കരിഞ്ഞു തുടങ്ങി. എന്നാൽ ഇപ്പോഴും നല്ല ആറ്റിന്റെയും നല്ല തോടിന്റെയും അറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെയിലുണ്ടോന്ന് പോലും നമുക്ക് തോന്നത്തില്ല. ഇപ്പോഴും നല്ല പച്ചിപ്പായി
നല്ല രീതിയിൽ നിൽക്കുക. കാരണം എന്താ? അതിന് വെള്ളം ഇങ്ങനെ അതിന്റെ വേരുകളിൽ തട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റരിക്കുന്ന വിഷയം വെയിലില്ലെന്നല്ല, വെയിലും മഴയും കാറ്റും കോളും കാലാവസ്ഥകളൊക്കെ മാറി മറിഞ്ഞാലും അതിന്റെ ഒഴുക്ക് നിൽക്കുന്നില്ലാത്തത് കൊണ്ട് അതിന്റെ ഇല പച്ചയായിരിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ദൂത് പറയാ, ദൈവവചനം വായിക്കുന്ന, ദൈവവചനത്തോട് ആവേശം കാണിക്കുന്ന നിന്റെ ജീവിതം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന പോലെ ആയിത്തീരും. നമ്പർ 2, ദാനിയേലിന് എന്തോ ഉണ്ടായിരുന്നു? വചനം വായിക്കുന്ന, അടുത്തിരിക്കുന്നവർ ദാനിയേൽ വചനം വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പറഞ്ഞേ. കുഞ്ഞുങ്ങളെ എല്ലാവരും, ദാനിയേലിന് വചനം വായിക്കുന്ന സ്വഭാവം. ദാനിയേൽ വിജയപ്പെട്ടിരിക്കുന്നു. ഒന്ന് സെപ്പറേഷൻ, കൂടാണ്ടാതെ കൂടുന്നില്ല, മാറി നിൽക്കുക. നമ്പർ 2, ദൈവവചനം വായിക്കുന്നതിന്റെ ഗുണം എന്താ പറയുക? ദൂത് കിട്ടിയവന്. നിരാശപ്പെട്ടവന്റെ ദൈവമേ, ഞാനിവിടെ മൊത്തമാണല്ലോ, ഈ രാജ്യത്ത് ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഇരിക്കുവാണല്ലോ, പക്ഷെ വായിച്ച് വായിച്ച് ദൂതം അവർക്ക് ഇടയെ 70 വർഷം കഴിഞ്ഞ് ഇവിടുന്ന് ഒരു വിടുതലുണ്ടെന്ന് ആ ദൂത കയറി പിടിക്കുക. ഹല്ലേലൂയ. നിരാശപ്പെട്ടിരിക്കുമ്പോഴും നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാസ്റ്റർ ഞായറാഴ്ച ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചൊവ്വാഴ്ച എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ, പക്ഷെ വായിക്ക്, ഒരു വചനം നിന്നെ കയറി പിടിക്കും. ആ വചനം നിന്നോട് ദൈവാത്മാവ് സംസാരിക്കും. ആ വാക്തത്വത്തെ മുറുകെ പിടിക്കുക. ഞാൻ വളരെ പ്രായോഗികമായ ജീവിതത്തെ കുറിച്ചാണ് തൊട്ട് സംസാരിക്കുന്നത്. ഇത് ഏറ്റെടുത്ത് നമ്മുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിംഗ് ആയി മാറുകയാണ്. നിലനിൽക്കുന്ന ജീവിതത്തെ കുറിച്ചാണ്, ആത്മീയ അനുഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. താങ്ക് യു ജീസസ്. നമ്പർ 3, ദാനിയേലിന്റെ മൂന്നാമത്തെ ഗുണം, ദൈവാത്മാവുമായിട്ടൊരു ബന്ധം ഒരിക്കലും കളയത്തില്ല. ഇതെല്ലാവരും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം. ആശീർവാദത്തിൽ നമ്മൾ എന്താ പറയുന്നത്? ആദ്യം ശ്രദ്ധിക്കത്തില്ല എങ്കിലും ആശീർവാദത്തിൽ എന്താ പറയുന്നത്? പിതാവായ ദൈവത്തിന്റെ, പുത്രനായ യേശുക്രിസ്തുവിന്റെ, അടുത്തത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഈ ആഴ്ചകൾ മുഴുവൻ ഫെലോഷിപ്പ് വിത്ത് ഹോളി സ്പിരിറ്റ്. അത് പറഞ്ഞ അനുഗ്രഹിച്ചു വിടുന്നേ. ഈ ആഴ്ച മുഴുവൻ നിങ്ങളോട് എന്തുണ്ടായിരിക്കട്ടെ? പരിശുദ്ധാത്മാവിന്റെ. ഇത് കട്ടാക്കരുത്. ഇതെന്ത് ചെയ്യരുത്? കട്ടാക്കരുത്. നമ്മൾ ഈ ആശീർവാദം ലാസ്റ്റത ആയതുകൊണ്ട് ഇങ്ങനെ പറയാം, ഇത് ചടങ്ങല്ല. ഓരോന്നെടുത്ത് അതിന് ഭയങ്കര അർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലും ഈ വരുന്നാഴ്ച മുഴുവൻ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആ കൂട്ടായ്മ, ഈ കണക്ഷൻ കളയരുത്. നമ്മെ ആശ്വസിപ്പിച്ച് വരി നടത്തുന്ന ഹോളി സ്പിരിറ്റിന്റെ കൂട്ടായ്മ. അപ്പൊ ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവാത്മാവുമായിട്ടൊരു കൂട്ടായ്മ. അതുകൊണ്ടാണ് രാജാവ് സ്വപ്നം കണ്ടിട്ട് ആർക്കും വ്യാഖ്യാനിക്കാതിരിക്കാൻ പറ്റിയപ്പോഴും പരിശുദ്ധാത്മാവ് ഇവന് വെളിപ്പെടുത്തി കൊടുത്ത ആ സ്വപ്നം, അതിന്റെ അർത്ഥവും രാജാവിനോട് ദാനിയേലിന് പറയാൻ പറ്റും. അതുകൊണ്ട് അവന്റെ ജീവിതത്തെ അനുഗ്രഹമായി. ദൈവം രാജാവിനാൽ തോന്നിച്ച് അതിന്റെ ദാനിയേൽ 2:46 ഒന്ന് വായിച്ച്. ഈ സ്വപ്നമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ദാനിയേൽ 2:46, ദാനിയേൽ പുസ്തകം 2:46 മുതൽ. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവനെ ഒരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. എന്നിട്ട് 48, അതാണ് ദൂത്. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവന് അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. കണ്ടോ, ദൈവാത്മാവുമായിട്ട് ബന്ധമുള്ളതിന്റെ പേരിൽ ദൈവം ചിലത് വെളിപ്പെടുത്തി കൊടുത്തു. അത് വെളിപ്പെടുത്തി കൊടുത്തപ്പോ രാജാവിന് മുമ്പിൽ ഫേവർ തോന്നി. അവന് ചില സമ്മാനങ്ങളും പൊസിഷനും ദൈവം കൊടുത്തു. അപ്പൊ ശുഭപ്പെട്ടിരിക്കണമെങ്കിൽ സാഹചര്യം എന്തുവാണെങ്കിലും, നീ അടിമയായിട്ട് കിടക്കുകയാണെങ്കിലും, പക്ഷെ ദൈവാത്മാവുമായിട്ടുള്ള ബന്ധം കളയാതിരുന്നാൽ നിനക്കൊരു ദൈവപ്രവൃത്തി ഉണ്ട്. ഇന്ന് ഇവിടുന്ന് ആശീർവാദം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഈ ഒരാഴ്ച മുഴുവൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം കളയരുത്. ആത്മാവിനെ വേദനിപ്പിക്കുന്നതിന് കൂട്ടു നിൽക്കരുത്. ആത്മാവുമായിട്ട് കണക്ട് ആവാത്ത വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുക.
അങ്ങനെ വളരണം നമ്മുടെ ജീവിതം. അതെങ്ങനെ മനസ്സിലാവും? ആത്മാവിന്റെ അല്ലാത്ത വരുമ്പോ ഈ വെള്ളത്തിൽ കിടക്കുന്ന മീനെ പിടിച്ച് കരയിടുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, അല്ലെ വീഡിയോയിലെങ്കിലും കാണണം, അല്ലെങ്കിൽ എവിടെ അതൊക്കെ ഒന്ന് പോയി കാണണം. നമ്മൾ എവിടെ കാണാൻ പോയാലും പഠിക്കാൻ ഒത്തിരി കാര്യമുണ്ട്. സാരി, ഞാനൊരു സന്തോഷത്തെ പറയാം, സ്ഥലം കാണാനൊക്കെ പോകാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി. അപ്പൊ പൊയ്ക്കോ, പോയാൽ ഒരു ലെസൺ പഠിക്കണം. ഒരു സ്ഥലത്ത് പോയാൽ പാഠമുണ്ട്, ജീവിതത്തിനുണ്ട്, ലൈഫിനുണ്ട്, ദൈവമക്കൾക്ക് അതിൽ നിന്ന് ദൂതുമുണ്ട്. എവിടെ പോയാൽ അതിൽ എന്തുണ്ട്? ഒരു സംഭവം കാണാനുണ്ട്. ആ മീനെ അങ്ങോട്ട് പിടിച്ച് വല വെച്ച് അങ്ങോട്ട് കയറി വരുമ്പോ ഈ കടലങ്ങ് പെടക്കുക, ചിലതൊക്കെ വീണ്ടും ചാടി കടലോട്ട് ചാടും. കടന്ന് പടക്കുക, കാരണം ഓക്സിജൻ കിട്ടുന്നില്ല. അതിന് അവിടാണ് ഫിറ്റ്. അതിനെവിടാ ഫിറ്റ്? ആ അന്തരീക്ഷമാണ്. ആ ഓക്സിജൻ കിട്ടുന്ന ആ വെള്ളം, ഉപ്പ് വെള്ളമാണെങ്കിൽ അതിന് അതാ വേണ്ടേ. അത് കിട്ടാതെ കരയ്ക്കുമ്പോ കിടന്ന്, അല്ലെങ്കിൽ ബോട്ടിലും വള്ളത്തിൽ കിടന്ന് പിടയ്ക്കുക. എത്രയും പെട്ടെന്ന് ഈ വെള്ളം കിട്ടിയാൽ അങ്ങോട്ട് കയറിപ്പോവും. ഇതേപോലെ ദൈവ വൈദ്യന്റെ പ്രത്യേകത ആയിരിക്കണം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം കിടന്ന് പെടലുണ്ടാവണം. നമുക്കറിയാം, ഓ അത് വേണ്ട വേണ്ട നമ്മുടെ അകത്ത്, കാരണം ഇത് നമ്മുടെ അന്തരീക്ഷം അല്ല, ഇത് ദൈവിക കണക്ഷൻ. ഇത് നിങ്ങൾ കീപ്പ് ചെയ്ത് വർദ്ധിച്ചു വരണം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിലേക്ക് നമ്മുടെ ജീവിതം വരണം. അതാ ക്രിസ്ത്യ ജീവിതം. അങ്ങനെ ഉണ്ടെങ്കിൽ ആരും ദൂത് പറയണ്ട. ഒരു പ്രവാചനം തലേ കൈവെക്കണം. നിന്നോടുള്ള ദൂത് ആത്മാവ് സംസാരിക്കുള്ളൂ. നടക്കുമ്പോ തന്നെ ദൈവാത്മാവ് പറയും ഇതാണ് വഴി എന്ന് പറയും. പാസ്റ്ററെ അത് വേണോ ഇത് വേണം, വേണ്ട, നീ ആത്മാവോട്ട് കണക്ട് ചെയ്ത് പോയിക്കോ, ദൈവാത്മാവ് പറയും ഏത് വേണമെന്ന്. അപ്പൊ ദൈവാത്മാവായിട്ടുള്ള കണക്ഷൻ. അപ്പൊ ജോസഫ് അടിമയായിട്ട് ഫറവോന്റെ വീട്ടിലും അനുഭവത്തിലും, ഹല്ലേലൂയ, അവിടെ പോത്തിഫറിന്റെ വീട്ടിലൊക്കെ അനുഭവത്തിൽ അവിടെ ആയിരുന്ന അനുഭവമുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നുണ്ട് അവൻ ദൈവാത്മാവുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ ജോസഫ് ദൈവാത്മാവിലുള്ള വ്യക്തി ആയതുകൊണ്ട് കാരാഗ്രഹത്തിലും ഏത് സാഹചര്യത്തിൽ കിടന്നപ്പോഴും ദൈവം അവനെ ഉയർത്തി മിസ്രയീമിൽ അധികാരിയാക്കി മാറ്റി. ഹല്ലേലൂയ. ഫലഭാഗത്തിനോട് ഇവനെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കിട്ടുമോ? ഫറവോൻ ചോദിക്കുന്നുണ്ട് ഉൽപ്പത്തി 41. ഇവനെ പോലെ ദൈവാത്മാവുള്ള ഇവൻ അടിമയാ, ഇപ്പൊ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ കിടക്കുന്ന, പക്ഷെ അവന് കണക്ഷൻ ഉണ്ട് ദൈവാത്മാവുമായിട്ട്. പരിശുദ്ധം അവനോട് സംസാരിക്കുന്നു. ദാനിയേലിന് ദൈവാത്മാവിന്റെ ഉള്ളതിന് വേറൊരു ഗുണം കൂടെ ദാനിയേൽ കാണിച്ചു. ദാനിയേലിനെ സമ്മാനം കൊടുത്ത് രാജാവ് എന്ത് ചെയ്തു? മാനിച്ചു. നമ്മൾ അങ്ങനെ വായിച്ചേ ദാനിയേൽ 2:48. അധിപതിയാക്കി സകല വിദ്യകൾക്കും വിദ്വാൻമാർക്കും പ്രധാന വേദവിദ്വാൻമാർക്കും ആക്കി. പക്ഷെ 2:49 വായിച്ചേ. ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ചദ്രകിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകനാക്കി. ഈ കൂടെ ഉള്ളവരെയും കൂടെ കയറ്റിവിട്ടു. ഒന്നുകൂടെ മനസ്സിലാക്കിയോ ദൈവാത്മാവിന്റെ ഗുണം. ഇവന് വിടുതൽ കിട്ടിയപ്പോ എന്നെ ദൈവം ഉയർത്തി എന്നല്ല, തന്റെ കൂടെ നിന്ന, രാജഭോജനം കഴിക്കാതെ കൂടെ നിന്ന ഈ ബാക്കി ശദ്രക്ക് മേശക വെബൂറ്റ് 3 രാജാവിനോട് പറഞ്ഞ് ഇവന്മാരെയും കൂടെ പരിഗണിച്ചേക്കെ, അല്ലെ അവനെയും കൂടെ കയറ്റിവിട്ടു. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവാണ്. കൂടെ നിൽക്കുന്നതിനെ എന്ത് ചെയ്യും? അത് ദൈവാത്മാവിന്റെ പദ്ധതി. അവൻ ദാനിയേലിന്റെ ജീവിതത്തിൽ 1 വിശുദ്ധം വേർപാട്, 2 ദൈവവചനം വായിക്കുന്ന ദൈവവചന ധ്യാനം, 3 ദൈവാത്മാവുമായിട്ടുള്ള കണക്ഷൻ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഏറ്റവും പ്രധാനപ്പെട്ട ദാനിയേൽ പ്രാർത്ഥനയുള്ള മനുഷ്യനായിരുന്നു. ശുഭപ്പെട്ടിരിക്കാൻ എന്താണ് കാരണം എന്ന് അറിയാമോ? ദാനിയേൽ എന്തോ ഉണ്ടായിരുന്നു? അവർക്ക് പറയാം പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അതിന് തെളിവ് ഈ വായിച്ച 6-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ദാനിയേലിന് ആ ദേശത്ത് ദാനിയേലിനെ നശിപ്പിക്കാൻ കൊടുക്കാനായി ഒരു രേഖ എഴുതി അവിടെ ഒരു സംഭവം വെളിപ്പെട്ടു. ദാനിയേൽ 6:7 വായിച്ചു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. വേഗത്തിൽ. 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹം കൊണ്ട് ഗുഹയിൽ ഇട്ടുകളയുകയും എന്നൊരു രാജനിയമം മതി. ഓക്കെ, അവർ രാജനിയമം കൊണ്ടുവന്ന്. സത്യം പറഞ്ഞത് ആർക്ക് വേണ്ടിയാണെന്നറിയാം? ദാനിയേലിനെ കുടുക്കാൻ കൊണ്ടുവന്നു. ഇവർക്കറിയാം, കൊണ്ടുവന്നവർക്കറിയാം ദാനിയേൽ ആരോടെ പ്രാർത്ഥിക്കത്തുള്ളൂ? ജീവുള്ള ദൈവത്തോടെ പ്രാർത്ഥിക്കത്തുള്ളൂ. തിരുമേനി രാജാവാണെന്നും പറഞ്ഞ് ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്?
പ്രാർത്ഥിക്കത്തില്ല. അതിന്റെ പേര് കൊടുക്കാൻ വേണ്ടി, മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കി എന്ത് ചെയ്തിരിക്കും? 30 ദിവസത്തേക്ക് തിരുമോണിയുള്ള യാതൊന്നോടും അപേക്ഷിക്കും. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ എവിടെ കൊണ്ടിടും? സിംഹത്തിന്റെ ഗുഹയിൽ. തീരുമാനം കടുക്കാം. പക്ഷെ ദാനിയേൽ എന്ത് ചെയ്തു? 6:10 വായിച്ചു. 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിലുകൾ യെരൂശലേമിനു നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്ഥിരം ചെയ്തതുപോലെ. കാരണം ഇസ്രായേൽ രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാ, അന്ന് തൊട്ട് ചെയ്യുന്നതാ. തന്റെ വാഗ്ദത്ത നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കി അങ്ങോട്ടുള്ള കിളിവാതിൽ, ആ ദേശത്തേക്കുള്ള കിളിവാതിൽ തുറന്ന് അങ്ങോട്ടിരുന്ന് പ്രാർത്ഥിക്കുക. കാരണം നോക്കുമ്പോൾ ഞാൻ അവിടെ ആയിരുന്നല്ലോ, ഈ 70 വർഷം കഴിയുമ്പോൾ ആ വാഗ്ദത്ത നാട്ടിലേക്ക് തിരിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും യെരൂശലേമിന്റെ കിളിവാതിൽ തുറന്ന് 3 നേരം പ്രാർത്ഥിക്കുന്നു. ഒരു മാറ്റമില്ല. ഈ രേഖ എഴുതിയെന്നറിഞ്ഞിട്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ദാനിയേൽ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. സാഹചര്യം നല്ലതായിരിക്കുമ്പോഴും സാഹചര്യം പ്രതികൂലമായിരിക്കുമ്പോഴും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഈ പ്രാർത്ഥിച്ചത് അറിഞ്ഞ് ഹല്ലേലൂയ ഇവനെ പിടിച്ച് നിയമശക്തമായുകൊണ്ട് സിംഹത്തിന്റെ ഗുഹയിൽ ഇടേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. പ്രാർത്ഥിക്കുന്നവൻ പ്രതിസന്ധി കൂടെ കടന്നു പോകേണ്ടി വന്നാലും, വാക്ക് ശ്രദ്ധിച്ചോണം, ഒന്ന് പ്രാർത്ഥിക്കുന്നവനെ ദൈവം പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിൽ അവൻ എത്തുന്നതിന് മുമ്പ് ദൈവം തടയും. എന്നാൽ നീ പ്രാർത്ഥിച്ചിട്ടും ചില പ്രതിസന്ധിയിൽ കൂടെ, സിംഹത്തിന്റെ ഗുഹയിൽ കൂടെ, കിടക്കേണ്ട ഇരുട്ടിന്റെ അനുഭവത്തിൽ കൂടെ നീ കടന്നു പോയാലും അതിന്റെ അപ്പുറത്തൊരു ദൈവ പദ്ധതി എന്റെ ദൈവം നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. സിംഹത്തിന്റെ ഗുഹയിലിട്ടോ. പക്ഷെ ബൈബിൾ പറയുന്നു ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായെ അടച്ചു. രാജാവ് ഒന്ന് ചോദിച്ചപ്പോൾ, രാജാവേ, അങ്ങ് ദീർഘായുസ്സോടിരിക്കട്ടെ, എനിക്കൊരു കേടും പറ്റിയില്ല. എന്റെ ജീവനുള്ള ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സിംഹത്തിന്റെ വായെ അടച്ചു. ഹല്ലേലൂയ. ഇന്ന് പകലൊരു ദൂത് പറയാ, പ്രാർത്ഥിക്കുന്ന നിന്നോട് നീ ശുഭപ്പെട്ടിരിക്കാൻ ദൈവം, നിനക്ക് പറ്റത്തില്ല സിംഹത്തിന്റെ വായെ അടയ്ക്കാൻ. പക്ഷെ തന്റെ ദൂതന്മാരെ പാളയമിറങ്ങി തന്റെ ഭക്തന്മാരെ വിടുവിക്കുന്ന ദൈവം. എന്റെ ദൈവം ചിലതിനെ വിടുവിക്കും. കരമടിച്ചൊന്ന് ആത്മാവിൽ ചേർന്ന്